2025 ജൂബിലി വർഷത്തിലെ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഇന്ന് ഞാൻ ഈശോ കിടന്ന സ്ഥലത്തെ കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉണ്ണീശോ എവിടെ കിടന്നത്? പുൽത്തൊട്ടിയില്. മാടുകള് തീറ്റിയെടുക്കുന്ന സ്ഥലമാണത്, ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്, തിന്നുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഉണ്ണീശോ ഈ പുൽത്തൊട്ടിയിൽ കിടന്നുകൊണ്ട് മൗനമായ ഭാഷയില് ലോകത്തോട് പറയാണ്, മക്കളെ, മാടുകള് ഇവിടുന്ന് തിന്നിട്ടാണ് ശക്തി പ്രാപിച്ച് ജീവിക്കുന്നത്. മനുഷ്യരായി നിങ്ങളൊക്കെ എൻ്റെ ശരീരം ഭക്ഷിച്ച് ശക്തി പ്രാപിച്ച് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളവരാണെന്ന് മൗനമായ ഭാഷയിൽ ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ടാണ് പുൽത്തൊട്ടിയില് ഉണ്ണീശോ കിടക്കുന്നതായിട്ട് ഞാൻ നോക്കിക്കാണുക. തൻ്റെ മാംസം ഭക്ഷണമായി നൽകുന്ന ഈശോ മാടുകള് തീറ്റിയെടുക്കുന്ന, പുല്ല് തിന്നുന്ന ആ പുൽത്തൊട്ടിയിൽ കിടക്കുന്നത് വളരെ സിംബോളിക് ആയിട്ട് നമുക്ക് നോക്കിക്കാണാം. അതുപോലെ വൈക്കോല് എനിക്ക് തോന്നുന്നു എളിമയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. സിംപ്ലിസിറ്റി, ലാളിത്യം, ജീവിത ലാളിത്യം. ഈശോ പട്ടുമത്തിയിലല്ല കിടക്കുന്നത്, രാജാതിരാജനായി ഈശോ കിടക്കുന്നത് വൈക്കോലില്. യേശുവിനെ അനുഗമിക്കുന്ന എനിക്ക് നിങ്ങൾക്കുണ്ടാകേണ്ട അടിസ്ഥാന മനോഭാവമാണ് ലാളിത്യം, ജീവിത ലാളിത്യം, എളിമ. വി ഷുഡ് ബി സിമ്പിൾ. ഉണ്ണീശോ പുൽത്തൊട്ടിയിൽ കിടന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയാണ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള മാനദണ്ഡം, ജീവിത ശൈലി, ജീവിത ലാളിത്യം. വി ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഹംബിൾ. ഇപ്പൊ പുൽത്തൊട്ടിയിൽ കിടന്നുകൊണ്ട് ഈശോ കിടക്കുന്ന സ്ഥലം രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർപ്പിക്കുന്നു. ഒന്ന്, നമ്മൾ ഈശോയെ പോലെ എളിമയുള്ളവരാകണം. നോക്ക്, കാലിത്തൊഴുത്തിൽ പിറന്നു, കാലികൾ മധ്യേ കിടന്നു, കഴുതപ്പുറത്തിരുന്നു, ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി കാൽവരിയിൽ കള്ളന്മാരോടൊപ്പം മരിക്കുന്നു. തന്നെ തന്നെ ശൂന്യവൽക്കരിക്കുന്ന ഈശോയാണ് കാലിത്തൊഴുത്തിൽ കിടന്നുകൊണ്ട് നമ്മോട് നാം സഞ്ചരിക്കേണ്ട മാർഗം ചൂണ്ടിക്കാണിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ ഈ സഞ്ചാരത്തിൽ നിനക്ക് ശക്തി വേണമെങ്കിൽ മാടുകൾ തിന്നുന്ന ഇവിടെ നിന്നും തിന്നോ എന്റെ ശരീരം എന്നുകൂടി പറഞ്ഞുകൊണ്ട് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഈശോ ഈ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന അവസരത്തില് കുർബാനയിൽ സജീവമായി പങ്കുചേർന്ന് കർത്താവിന്റെ ശരീരം ഭക്ഷിച്ച് ശക്തിയുള്ളവരായി മാറി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സുസജ്ജരാകാം. യേശു കാണിച്ചു തന്ന ആ ജീവിത ലാളിത്യം സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.